ഹായ് ഫ്രണ്ട്സ്, ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റമാണ് ബീഫ് തേങ്ങയിൽ പൊള്ളിച്ച ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ തേങ്ങയെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ബാക്കി ഐറ്റംസ് എല്ലാം വഴിയെ വരുന്നതായിരിക്കും. മസാല റെഡിയാക്കാൻ പോവാണ്. ചതച്ചരച്ചാണ് മസാല ചേർക്കുന്നത്. ആദ്യമേ ഇഞ്ചിയിൽ നിന്ന് തുടങ്ങാം. ഇഞ്ചി നന്നായിട്ട് ചതച്ച ശേഷം വെളുത്തുള്ളി ഇടുക. ചതച്ച ശേഷം നമ്മുടെ കാന്താരി മുളക് ചേർത്ത് കൊടുക്കണം. ചതച്ച ശേഷം കറുകപ്പട്ട, തക്കോലം ചേർത്ത് കൊടുക്കണം. ഗ്രാമ്പു, നാടൻ കുരുമുളക്, ഒരു ഏലക്ക, പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കണം. കൂട്ടി നന്നായിട്ട് ചേർക്കണം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. സ്പൂൺ സാധാ മുളക് പൊടി ചേർക്കണം. അധികം ചേർക്കേണ്ട ആവശ്യമില്ല. മീറ്റ് മസാല 2 സ്പൂൺ ചേർക്കണം. ഇതിൻ്റെ അകത്ത് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു നാരങ്ങ ഉള്ള പിഴിയണം. അതിനുശേഷമാണ് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കും. ഈ തക്കാളികൾ ചേർത്ത് കൊടുക്കണം. 2 സവാളയും 1 തക്കാളി എടുത്തിട്ടുള്ളൂ. തക്കാളി ചെറുതായിട്ടായിരിക്കണം. നമ്മൾ ചതച്ച് വെച്ചാൽ നമ്മുടെ അരപ്പം കൂടെ കൂടി എടുത്തിട്ട് ചേർത്ത് കൊടുക്കും. അരപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണം. വിരിഞ്ഞ് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് നമ്മുടെ കടിക്ക് റെഡിയാക്കി വെച്ച ചെറുതായിട്ട് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതായിട്ട് അരിഞ്ഞ ബീഫാണ്. അതാണ് ബീഫ് നന്നായിട്ട് വേവുള്ളൂ. കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരനായ ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ലാസ്റ്റ് ഒരു 1/4 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. കൂടെ ചേർത്ത് ഒന്നോടെ തന്നെ ഇളക്കി അടച്ച് വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. ബീഫ് മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചത് നമ്മൾ എടുക്കുവാണ്. നമ്മൾ ബീഫ് തേങ്ങയിലായിട്ട് കയറ്റുവാണ്. തേങ്ങയിലായിട്ട് നിറയ്ക്കണം. മൊത്തം ഞാൻ 4 തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് നിറയ്ക്കണം. തിക്കായിട്ട് നിറയ്ക്കണം. വലിയ തേങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തേങ്ങയാണെങ്കിൽ ഒന്ന് ചിരവിയിട്ട് റെഡിയാക്കിയാൽ മതി. ഞങ്ങൾക്ക് കുഴച്ച് വെച്ച മൈദ റൗണ്ടിൽ വെക്കണം. കഴിഞ്ഞിട്ട് ഇവിടെ തേങ്ങയിലിട്ട് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അടിപൊളിയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് നമ്മൾ റോൾ ചെയ്യണം. റൗണ്ടോട് റോൾ ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ തേങ്ങ ബീഫ് പൊള്ളിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പീസും റെഡി ആയിട്ടുണ്ട്. 4 നമ്മൾ ഉണ്ടാക്കിക്കണേ. നമ്മൾ ചൂടാനുള്ള റെഡി ആയിട്ടുണ്ട്. 4 തേങ്ങ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചൂടാൻ കൊണ്ടുപോവാണ്. അയ്യോ, നമ്മൾ പറമ്പിൽ തീക്കനലൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് കനലായിട്ടുണ്ട്. ബീഫ് തേങ്ങ പൊള്ളിച്ചത് നമ്മൾ കനലിലിട്ടിട്ട് പൊള്ളിക്കാനായിട്ട് ഇടുകയാണ്. നല്ല കനലാണ്. അടുത്ത് പോലും നിൽക്കാൻ പറ്റണില്ല. കനലെല്ലാം പയ്യെ ഇതിൻ്റെ മേലിട്ടിട്ട് കൊടുക്കണം. 1 മണിക്കൂറെങ്കിലും കനലിൽ കിടന്ന് വേവണം. നല്ലതാണ് ബീഫ് നന്നായിട്ട് വേവുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യണം. 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. 2 മണിക്കൂറെങ്കിലും വേണം. ഇത് കനലിരുന്ന് നല്ല പൊള്ളിച്ച് നല്ല സെറ്റായിട്ട് വരും. ഓക്കെ, നമ്മൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. ബീഫ് തേങ്ങ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂർ അടുത്ത് കനലിൽ കിടക്കുവാണ്. നമുക്കതൊന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്യാം. വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നൊരു ഐറ്റമാണിത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. തേങ്ങയുള്ളവരുടെ വീട്ടിൽ ആണെങ്കിൽ അടിപൊളി. ആനമുട്ട പോലെയുണ്ട്. അടിപൊളി ഒരു ഡിഷാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊള്ളാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പൊളിക്കാവുള്ളൂ. ഇപ്പോൾ നല്ല ചൂടാണ്. കൈയൊന്നും തൊടാൻ നിവൃത്തിയില്ല. ഒരു 10 മിനിറ്റ് ഇരുന്ന് ഒന്നോടെ ഒന്ന് കഴിഞ്ഞിട്ട് പൊളിച്ചാൽ മതി. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണം. നല്ല കള്ളപ്പത്തിലാണ് ടെസ്റ്റ് ചെയ്യാൻ പോണേ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പൊറോട്ടയോ എന്തിൽ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. ബീഫ് മലയാളികളുടെ ഒരു വികാരം തന്നെയാണല്ലോ. ഇത് നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. പയ്യെ പയ്യെ പൊളിക്കുക.
നല്ല ചൂടാണ്. നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. ഒരു സൈഡ് ചെരിച്ച് വെച്ചിട്ട് പൊട്ടിക്കുക. പയ്യെ കത്തി കൊണ്ട് തിക്കി എടുക്കുക. പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വന്നു തുടങ്ങി. അയ്യോ, നല്ല സ്മെല്ലാണ്. ഒരു രക്ഷയില്ലാതെ ചൂടാണ്. കൈ പുള്ളി തകർന്നു. നമ്മളെ ചൂടോട് കൂടി കാണിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഐറ്റം. അയ്യോ, നല്ല സ്മെല്ലാണ്. ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. അടിപൊളിയായിട്ടുണ്ട്. ബീഫിൽ നിന്ന് ആവി പറക്കുന്ന കാണാൻ പറ്റും നിങ്ങൾക്ക് നന്നായിട്ട്. അടിപൊളി റൈറ്റാണ്. എല്ലാവരും ചെയ്ത് കൊടുക്കുന്നതാണ്. നമുക്കത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കള്ളപ്പത്തിൻ്റെ കൂടെ ഒന്ന് അതിന് മുമ്പ് ഒരു ഹാഫ് നാരങ്ങ നിങ്ങൾ കൂടി പിഴിഞ്ഞ് കൊടുക്കണം. പ്രാവശ്യം എടുത്തുനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കള്ളപ്പം എടുക്കുന്നു. കുറച്ച് നമ്മുടെ ബീഫ് എടുക്കുന്നു. ഈ നല്ല ചൂടാണ്. ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. ബീഫ് എല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ്. തേങ്ങയുടെ കൂടിയ ടേസ്റ്റ് കൂടെ വന്നപ്പോഴത്തേനും വേറെ ലെവലാണ്. അടിപൊളി ഡിഷാണ്. എല്ലാവരും ചെയ്ത് നോക്കേണ്ടതാണ്. അടിപൊളി ടേസ്റ്റാണ്. സൂപ്പർ രക്ഷയില്ല. അടിപൊളി ടേസ്റ്റാണ്. ഇനിയും ബാക്കി 3 തിന്നാൻ കിടക്കുക. ഇന്നും മൊത്തം ആഘോഷമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.